ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി വീണ്ടും പോത്ത് തന്നെയാണ് കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിൽ ടൊമാറ്റോ ഒക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവേ. നിങ്ങൾക്കിനി കുറച്ച് ഗ്രേവി വേണമെങ്കിൽ ആ രീതിയിലെടുക്കാം, അതല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുത്തോളുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ പോത്താണ് എടുത്തിരിക്കുന്നത്. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് കേട്ടോ പറയുന്നത്. ആദ്യം നമുക്ക് പോത്തൊന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ തക്കാളി ആണ്, അത് മുഴുവൻ ചേർത്ത് കൊടുക്കണം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം കുക്കറിലിട്ടിട്ടാണ് കേട്ടോ ഞാനിത് വേവിച്ചെടുക്കുന്നത്. കുക്കറിലിട്ട് ഒരു 4 വിസിൽ മീഡിയം ഫ്ലെയിമിൽ. ടൊമാറ്റോ ഈ പോത്തിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിച്ചെടുക്കണം, എന്നാൽ മാത്രമേ ഈ ടൊമാറ്റോയുടെ ടേസ്റ്റ് നന്നായിട്ട് പോത്തിലോട്ട് പിടിക്കത്തുള്ളേ. ഇത് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ പോത്ത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസുള്ള സവാളയാണ്. ഇതങ്ങ് വഴന്നു വരുമ്പോഴേക്കും കുറച്ചേ ഉണ്ടാകത്തുള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി. സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് കേട്ടോ കൂടുതലായിട്ട് വേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോത്ത് ചേർത്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന പോത്ത് ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ആ വെള്ളമെല്ലാം ചേർത്ത് കൊടുത്തോണേ. ഞാൻ ഇളക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചു. ഇപ്പം വെച്ചിരിക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതാണ്. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കാവേ. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. എനിക്കിവിടെ ഉപ്പ് കുറവാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെക്കണ്ട കേട്ടോ. ഇറച്ചിയിലേക്കൊക്കെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെക്കണ്ട. നിങ്ങൾക്ക് റോസ്റ്റ് പോലെയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു പാകം ആകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തോളുക. ഇതിലേക്ക് 1.25 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരുംജീരകം പൊടിച്ചതില്ലെങ്കിൽ നമ്മൾ തേങ്ങാക്കൊത്ത് വഴറ്റിയെടുക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള പെരുംജീരകം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാതെ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. കുരുമുളകിൻ്റെയും തക്കാളിയുടെയും ടേസ്റ്റ് ഒരു ഇത്തിരി മുമ്പിലോട്ട് നിൽക്കും. അപ്പോൾ എല്ലാവരും ഇനിയും പോത്ത് വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ പോത്ത് ഇറച്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്